ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേരളം വികസനത്തിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റിന് വേണ്ടി നടത്തിയ ഒരു സ്ട്രാറ്റജിയാണ്, ഒരു വികസന തന്ത്രമാണ്. ഇതിലൂടെ കേരളം കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അത് എഡ്യൂക്കേഷന്റെ കാര്യത്തിലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലും പിന്നെ ജെൻഡർ ഇക്വാലിറ്റിയുടെ കാര്യത്തിലേക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില വിമർശനങ്ങളും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Kerala model of development. The Kerala model of development is a well-known case in development studies. അതായത് ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഒക്കെ നടത്തുമ്പോഴത്തേക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത് കേരള മോഡലാണ്. ഒരു വെൽ നോൺ കേസ് ആണ്. ദാറ്റ് റെഫേഴ്സ് ടു ദ യുണീക് പാത്ത് ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രോഗ്രസ്. അതായത് ഒരു യുണീക്ക് ആയിട്ടുള്ള അതുല്യമായിട്ടുള്ള ഒരു പാതയിലൂടെ സഞ്ചരിച്ച് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയത് ആര്? കേരളം. ആ നേട്ടമുണ്ടാക്കിയ കാര്യമാണ് ഈ കേരള മോഡലിൽ പറയുന്നത്. അച്ചീവ്ഡ് ബൈ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് കേരള. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ മോഡൽ അനലിറ്റിക്കലി. അതായത് വിശകലനം ചെയ്ത് ഇത് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് പ്രത്യേകിച്ച് സ്റ്റുഡൻസ്. ഗോയിങ് ബിയോണ്ട് പ്രൈസ്, അതായത് ഇതിനെ പുകഴ്ത്തുന്നതിന് പകരം അതിനപ്പുറത്തേക്ക് ആൻഡ് ലുക്കിംഗ് അറ്റ് ബോത്ത് ഇറ്റ്സ് അച്ചീവ്മെന്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇതിൻ്റെ കുറച്ച് നേട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ അതിൻ്റെ പരിമിതികളൂടെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതൊക്കെ ഈ രണ്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു എ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി. ഓക്കെ, ഇതൊരു ഡെവലപ്മെന്റ് സ്ട്രാറ്റജിയാണ്, വികസന തന്ത്രമാണ്. ദാറ്റ് അച്ചീവ്ഡ് ഹൈ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്. അത് വളരെ ഉയർന്ന സോഷ്യൽ ഡെവലപ്മെന്റ്, സാമൂഹിക വികസന ഇൻഡിക്കേറ്റേഴ്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ്? ലിറ്ററസി, സാക്ഷരത, ഹെൽത്ത്, ജെൻഡർ ഇക്വാളിറ്റി. ഓക്കെ, ഇതൊക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒന്നാണ് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്. ഡെസ്പൈറ്റ് ലോ പെർ ക്യാപിറ്റ ഇൻകം. എന്തായിരുന്നിട്ട് കൂടി പെർ ക്യാപിറ്റ ഇൻകം കുറവായിരുന്നിട്ട് കൂടി, പെർ ക്യാപിറ്റ ഇൻകത്തിനെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇടുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരു പ്രദേശത്ത് എത്ര വരുമാനം, അത് ടോട്ടൽ വരുമാനം ബൈ പോപ്പുലേഷൻ ആണ് ഈ പെർ ക്യാപിറ്റ ഇൻകം. ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് ലോ ആയിട്ടുള്ള പെർ ക്യാപിറ്റ ഇൻകവും വ്യാവസായികവൽക്കരണം ഉണ്ടായിട്ട് കൂടി ഈ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നേടാൻ സാധിച്ചു. ഇതാണ് ഇതിന്റെ ഡെഫിനിഷനായിട്ട് പറയാവുന്നത്. ഇറ്റ് ചലഞ്ചസ് ദ ട്രഡീഷണൽ ബിലീഫ്. അതായത് ട്രഡീഷണൽ ആയിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. എന്താണ്? ദാറ്റ് എക്കണോമിക് ഗ്രോത്ത് മസ്റ്റ് പ്രസീഡ് സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റിനെക്കാട്ടിലും കൂടുതൽ എന്ത് നിൽക്കണം? എക്കണോമിക് ഗ്രോത്ത് നിൽക്കണം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് എക്കണോമിക് ഗ്രോത്ത് കുറവായിരുന്നിട്ട് കൂടി ഒരു എന്തുണ്ടായത്? ഒരു ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്തത്. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് മോഡലായിരുന്നു ഇത്. ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോണത്. അതിൽ ഒന്നാമത്തത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഉണ്ടായി, നല്ലൊരു ജീവ നിലവാരം ജനങ്ങൾക്കുണ്ടായി. അത് അളക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത് ലിറ്ററസി, സാക്ഷരത അടിസ്ഥാനത്തിൽ നിയർ 100% ലിറ്ററസി റേറ്റ്, ഏതാണ്ട് 100%-അടുത്ത്, ഏതാണ്ട് 100% തന്നെ സാക്ഷരത കരസ്ഥമാക്കി, ഇൻക്ലൂഡിങ് ഫീമെയിൽ ലിറ്ററസി. അത് ഫീമെയിൽ ലിറ്ററസി, സ്ത്രീകളുടെ വിദ്യാഭ്യാസം അടക്കം. ഹെൽത്തിന്റെ കാര്യത്തിലാണെങ്കിലോ ലോ ഇൻഫന്റ് മോർട്ടാലിറ്റി, അത് ശിശു മരണ നിരക്ക് കുറഞ്ഞു. ആൻഡ് ഹൈ ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ആയുർദൈർഘ്യം ജനങ്ങൾക്കുണ്ടായി. കമ്പയറബിൾ ടു ഡെവലപ്ഡ് കൺട്രീസ്, അതായത് വികസിത രാജ്യങ്ങളോടൊപ്പം താരതമ്യം ചെയ്യുന്ന അത്ര ഒരു ലോ ഇൻഫന്റ് മോർട്ടാലിറ്റിയും ലൈഫ് എക്സ്പെക്ടൻസിയൊക്കെ ഉണ്ടായി. അടുത്തത് ജെൻഡർ ഇക്വിറ്റി ആണ്. അതായത് ബെറ്റർ ജെൻഡർ റേഷ്യോസ് ഉണ്ടായി. അത് ജെൻഡർ റേഷ്യോസ് വെച്ചാൽ ഏതിന്റെ കാര്യത്തിലാണ്? ഹൈ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് ലൈഫ്. അതായത് പബ്ലിക് ലൈഫിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വന്നു. അവർക്ക് ഒരു ഇക്വിറ്റി ഉണ്ടായി, സമത്വം ഉണ്ടായി. അതാണ് അടുത്ത നേട്ടം എന്ന് പറയുന്നത്. അടുത്ത സോഷ്യൽ സെക്യൂരിറ്റി ഉണ്ടായി, സാമൂഹിക സുരക്ഷ ഉണ്ടായി. വെൽഫെയർ സ്കീംസുകൾ വന്നു, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് PDS വന്നു, പെൻഷൻസ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നേട്ടങ്ങളാണ്. ഇതൊക്കെ ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പറയാവുന്ന കാര്യങ്ങളാണ്. അടുത്തെന്ന് പറയുന്നത് ലോ പെർ ക്യാപിറ്റ ഇൻകം ആണ്. നേരത്തെ പറഞ്ഞായിരുന്നു പെർ ക്യാപിറ്റ ഇൻകം ലോ ആയിരുന്നു. എക്കണോമിക് ഗ്രോത്ത് റിമെയിൻഡ് മോഡസ്റ്റ്. എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച ഒരു മിതമായിട്ട് തന്നെ നിന്നു. ആൻഡ് ബിലോ ദ നാഷണൽ ആവറേജ് ഫോർ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷം നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളുടെ എടുത്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോഴത്തേക്ക് എന്താണ്, കേരളം അതിനെക്കാട്ടിയും താഴെയായിരുന്നു. ഓക്കെ, യെറ്റ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് വെയർ ബെറ്റർ ദാൻ ഈവൻ റിച്ചർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. എന്നാലും എന്താണ് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇനി പറയുന്നില്ല. ലിറ്ററസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് ഇന്ത്യയിലെ റിച്ച് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ അതിനെക്കാട്ടിയും കൂടുതലായിരുന്നു ഈ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നല്ലൊരു നേട്ടമാണ്. അടുത്തത് സ്ട്രോങ് പബ്ലിക് സർവീസ് ആണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. ഈ രണ്ട് കാര്യങ്ങൾക്കും
വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിലും ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലും ഫ്രീ ആൻഡ് യൂണിവേഴ്സൽ ആക്സസ്, അതായത് അങ്ങനെ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയറും കൊടുക്കുന്നുള്ളൊരു സിറ്റുവേഷൻ. അടുത്തത് എംഫസൈസിസ് ഓൺ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ, അതായത് സ്പ്രെഡ് ആവുന്ന രോഗങ്ങളൊക്കെ തടയുന്ന കാര്യത്തിലുള്ള ആ ഒരു ഹെൽത്ത് കെയർ ഒക്കെ നടപ്പിലാക്കി. ഇതൊക്കെ നേട്ടങ്ങളാണ്, കീ പോയിന്റ്സ് ആണ്. അടുത്തതെന്ന് പറയുന്നത് ലാൻഡ് റിഫോംസ് ആണ്, ഭൂപരിഷ്കരണം. അതായത് മേജർ ലാൻഡ് റിഫോം മൂവ്മെന്റ്സ് ഇൻ ദ 1960s റിഡ്യൂസ്ഡ് റൂറൽ ഇൻഇക്വാളിറ്റി. അതായത് 1960കളിലെ നടപ്പിലാക്കിയ ലാൻഡ് റിഫോം മൂവ്മെന്റ്സ് ഇൻഇക്വാളിറ്റി, അസമത്വങ്ങൾ ഒഴിവാക്കുകയുണ്ടായി. അതായത് എംപവേർഡ് ലോവർ കാസ്റ്റ്, അതായത് താഴ്ന്ന ജാതിക്കാരെയും ആൻഡ് ടെനന്റ് ഫാമേഴ്സ്, ഈ ടെനന്റ് എന്ന് പറയുന്നത് കുടികിടപ്പുകാരെന്ന് പറയും. അപ്പോൾ ഈ ടെനന്റ് ഫാർമേഴ്സിനെയൊക്കെ എംപവർ ചെയ്തു, അവരെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്തി. അടുത്തത് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആണ്. ഓക്കെ, അതായത് സ്ട്രോങ് ലോക്കൽ സെൽഫ് ഗവേണൻസ്, അതായത് ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് പോലെയുള്ള ലോക്കൽ ഗവൺമെന്റ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റ് ഒക്കെ വന്നു. അതായത് അതിന് പാർട്ടിസിപ്പേറ്ററി ഡെവലപ്മെന്റിന് ഒരു ഉദാഹരണമാണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇൻ ദ 1990s. അതായത് എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് പ്രാക്ടീസ് ആണിത്. അപ്പോൾ ഇതൊക്കെ നേട്ടങ്ങളാണ്. അടുത്തത് മൈഗ്രേഷൻ ആൻഡ് റെമിറ്റൻസസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ലാർജ് സ്കെയിൽ മൈഗ്രേഷൻ ടു ഗൾഫ് കൺട്രീസ്. നമുക്കറിയാം ഒരുപാട് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഗൾഫ് കൺട്രീസിലേക്ക് പോയി. എപ്പോൾ മുതൽ? സിൻസ് ദ 1970s, 1970കൾ മുതൽ. ബ്രോട്ട് ഇൻ റെമിറ്റൻസസ് ദാറ്റ് ഹെൽപ്ഡ് ബൂസ്റ്റ് ദ ലോക്കൽ എക്കോണമി. അത് നമുക്കറിയാം, നമുക്ക് ഗൾഫിൻ്റെ പണം ഒരുപാട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് കേരളത്തിലെ ആ എക്കോണമി വികസിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കാര്യമാണ്. എനേബിൾഡ് ബെറ്റർ ഹൗസിംഗ് ഉണ്ടായി ഇതിലൂടെ. പിന്നെ അതായത് നല്ല വീടുകൾ ഉണ്ടായി, കൺസംഷൻ, ഒരുപാട് സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു ഉപഭോഗം നടന്നു, ആൻഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഒക്കെ ഇതിലൂടെ ഉണ്ടായി. അടുത്തത് നേട്ടങ്ങളാണ്, അച്ചീവ്മെന്റ്സ്. അത് ഇത് ഇന്ത്യ ഉണ്ടാക്കിയ നേട്ടം, ഇന്ത്യയുടെ ആവറേജുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ലിറ്ററസി റേറ്റ് ആണ്, സാക്ഷരത. കേരളത്തിൽ 96% ആണ് നേടിയെന്നുണ്ടെങ്കിൽ നാഷണൽ ആവറേജ് വരുമ്പോഴത്തേക്ക് 77% ഇന്ത്യയുടെ ആവറേജ്. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പാരിസൺ ആണ്. അടുത്ത ലൈഫ് എക്സ്പെക്ടൻസി ആണെന്നുണ്ടെങ്കിൽ 75 years ആണ്. എന്നാൽ നാഷണൽ ആവറേജ് 69 years വരുന്നുള്ളൂ. ഓക്കെ, അപ്പം അതൊരു നേട്ടമാണ്. ഇപ്പം ഇൻഫന്റ് മോർട്ടാലിറ്റി, ശിശു മരണ നിരക്ക് 6/100, 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 6 കുട്ടികളും പ്രസവത്തിൽ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്, ഹെൽത്ത് കെയറിന്റെ പോരായ്മ മൂലം. അതാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ആവറേജ് ആണെന്നുണ്ടെങ്കിൽ 100 കുട്ടികൾ ജനിക്കുമ്പോൾ 28 കുട്ടികളും മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഓക്കെ, അപ്പം ഇതൊരു നേട്ടമാണ്. അടുത്തത് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 1084 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ഓക്കെ, അതായത് ഇവിടെ ഫീമെയിലിന്റെ എണ്ണം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ 1084 എന്നാൽ ഇന്ത്യയുടെ ആവറേജ് 1020 ആണ്. 1020 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ഓക്കെ, അതായത് ടോട്ടൽ ആവറേജിനെക്കാട്ടിലും കൂടുതൽ കേരളത്തിൽ ഫീമെയിൽസിന്റെ എണ്ണം കൂടുതലാണ്. അപ്പം ഇതൊക്കെ നേട്ടങ്ങളായിട്ട് കണക്കാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇതിന്റെ വിമർശനങ്ങൾ, ക്രിറ്റിസിസംസ് അഥവാ ലിമിറ്റേഷൻസ്, പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത് അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മ. ഡെസ്പൈറ്റ് ഹൈ എഡ്യൂക്കേഷൻ ലെവൽസ്, ഒരുപാട് എഡ്യൂക്കേഷൻ ലെവൽ ഉണ്ടായിരുന്നിട്ട് കൂടി യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റിമെയിൻസ് ഹൈ. അതായത് യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ വളരെ ഉയർന്നു തന്നെയായിരുന്നു. എസ്പെഷ്യലി എമംഗ് എഡ്യൂക്കേറ്റഡ് വിമൻ, അതായത് വിദ്യാഭ്യാസം നേടിയ വനിതകൾ തൊഴിലില്ലാതെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു പോരായ്മ ആണ്. ഓവർ ഡിപ്പെൻഡൻസ് ഓൺ റെമിറ്റൻസ്, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ആ ഒരു പണത്തെ കൂടുതലായിട്ട് ആശ്രയിച്ചു. എക്കണോമിക് സ്റ്റെബിലിറ്റി ഈസ് ടൈഡ് ടു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഗൾഫ് എക്കണോമിക്സ്. അതിനുമായിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ പണം നിന്നാൽ ഡെവലപ്മെന്റ് ഇല്ല എന്നുള്ള കണ്ടീഷനായി. അതൊരു വിമർശനമാണ്. ലോ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, അതായത് എന്താണ്, വ്യാവസായികവൽക്കരണം ലോ ആയിരുന്നു. വീക്ക് ഇൻഡസ്ട്രിയൽ ബേസ് ആണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ലിമിറ്റഡ് ജോബ് ക്രിയേഷൻ, ഒരുപാട് തൊഴിലവസരങ്ങളില്ലായിരുന്നു ഇൻ ദ മാനുഫാക്ചറിങ് സെക്ടർ. അതായത് മാനുഫാക്ചറിങ് സെക്ടറിൽ തൊഴിലവസരങ്ങൾ കുറവായിരുന്നു. അടുത്തത് ഹെൽത്ത് സിസ്റ്റം സ്ട്രെയിൻസ് ആണ്. അതായത് കേരളത്തിന്റെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിന് ആ ഒരു അത്ര കണ്ട് വളർച്ച ഉണ്ടായില്ല. അതിന് കാരണമുണ്ട്. അതായത് ആൾദോ പബ്ലിക് ഹെൽത്ത് കെയർ ഈസ് സ്ട്രോങ്, അതായത് പബ്ലിക് ഹെൽത്ത് കെയർ സ്ട്രോങ് ആണ്. പക്ഷെ അവിടെ പ്രശ്നം എന്താണ്? ഇൻക്രീസിങ് പ്രൈവറ്റൈസേഷൻ ആൻഡ് കോസ്റ്റ് പ്രഷേഴ്സ് ആർ എമേർജിങ്. അതായത് ഒരുപാട് സ്വകാര്യ ഹോസ്പിറ്റലുകൾ വന്നപ്പോഴത്തേക്ക് ആ ഒരു അതിന്റെ ചികിത്സാ ചെലവൊക്കെ ഒരുപാട് വർദ്ധിക്കുകയുണ്ടായി. അപ്പൊ ഇതൊരു പോരായ്മയാണ്, അല്ലെങ്കിൽ ഒരു പരിമിതിയാണ്. അപ്പം അടുത്തത് എൻവയോൺമെന്റൽ ചലഞ്ചാണ്. പാരിസ്ഥിതികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഫ്ലഡ്സ്, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായത്. ഓവർ അർബനൈസേഷൻ, അതായത് ഗ്രാമപ്രദേശങ്ങൾ നഗരമായിട്ട് മാറിയപ്പോഴത്തേക്കുണ്ടായ ആ ഒരു മലിനീകരണ പ്രശ്നങ്ങൾ. ആൻഡ് എക്കോളജിക്കൽ ഇംബാലൻസ്, പാരിസ്ഥിതികമായിട്ടുള്ള ഒരു അസമത്വം ഉണ്ടായി. പരിസ്ഥിതി മലിനീകരണം പോലെയുള്ളത് ആർ കറണ്ട് കൺസേൺസ്. അതൊക്കെയാണ് ഇപ്പോഴുള്ള ആ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതായത് കേരള മോഡലിൽ ഒരു സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഷോസ് ദാറ്റ്
ഇൻവെസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ, അത് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇക്വിറ്റബിൾ സോഷ്യൽ പോളിസീസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓക്കെ, സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പോളിസീസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ഗവേണൻസ്, ഓക്കെ, അത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു ഗവേണൻസ് നടത്തുന്നത് ക്യാൻ ലീഡ് ടു ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്. അപ്പൊ ഇത് എന്തിലേക്ക് നയിക്കും? ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നയിക്കും എന്ന് ഇത് തെളിയിച്ചു. ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് റാപ്പിഡ് എക്കണോമിക് ഗ്രോത്ത്, വളരെ വലിയൊരു സാമ്പത്തിക വളർച്ച ഇല്ലെങ്കിലും ഇതൊക്കെ നേടിയെടുക്കാം എന്ന് തെളിയിച്ചു. ഹൗവർ, എന്നിരുന്നാലും ദ മോഡൽ ഫേസസ് ചലഞ്ചസ് ഓഫ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, എക്കണോമിക്സ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത കൈവരിക്കുന്നതിൽ പരാജയമായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി ആൻഡ് എക്കോളജിക് വൾണറബിലിറ്റി ഒക്കെ ഉണ്ടായി, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി.